നമസ്കാരം. അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മാസത്തിൽ, ഈ ജൂൺ മാസത്തിൽ പ്രാരംഭത്തിൽ പല പ്രകാരത്തിലുള്ള തൊഴിൽപരമായിട്ടുള്ള മേഖലകൾ ഏറ്റെടുക്കുമെങ്കിലും മാസത്തിൻ്റെ പകുതി മുതൽ ഇതിനെ വളരെ ക്ലേശിച്ച് മാത്രമേ ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതായത് കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകുവാനിടയുണ്ട്, ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ലഭിക്കും, നിരവധി കാര്യങ്ങൾ അനുകൂലമായി തീരും, ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കും, സാമ്പത്തികമായിട്ടുള്ള നേട്ടം ഉണ്ടായിത്തീരും, അവലംബിക്കുന്ന പദ്ധതികളെ പ്രാവർത്തികമായി തീരും, എല്ലാവരും വേണ്ട വിരോധികളായി തീരുന്നവരടക്കം അനുകൂലമായി തീരും. എന്നാൽ മാസത്തിൻ്റെ പകുതി മുതൽ ഈ വക കാര്യങ്ങളെല്ലാം തന്നെ വിപരീതമായി തീരുന്നത് വഴി മനോവിഷമത്തിന് യോഗമുണ്ട്. ആയതുകൊണ്ട് മാസത്തിൻ്റെ ആദ്യം മുതൽ തന്നെ എല്ലാ പ്രകാരത്തിലും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ഈശ്വര ആരാധനകൾ നടത്തുകയും ചെയ്തുകൊണ്ടാൽ ഈ വക അനിഷ്ടാവസ്ഥകളെ തന്നെ അതിജീവിക്കുവാനുള്ള സാധ്യത ഉണ്ടായിത്തീരും. അഗ്നി, ആയുധം, ധനം, വാഹനം എന്നിവ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ സൂക്ഷിക്കേണ്ടതാണ്. ലഭിച്ചു എന്ന ഉദ്യോഗത്തിൽ നിന്നും നഷ്ടസാധ്യതകൾ വന്നു ചേരുവാനിടയുണ്ട്. അർഹമായിട്ടുള്ള പലതും ലഭിക്കാത്തത് വഴി മനോവിഷമം അനുഭവപ്പെടുവാനിടയുണ്ട്. വാഗ്വാദങ്ങളിൽ നിന്നും പിന്മാറുകയായിരിക്കും നന്നാവുക. ബന്ധുക്കളും സ്വന്തക്കാരും വിപരീതമായി തീരും. വാസ്തവ വിരുദ്ധമായിട്ടുള്ള തോന്നലുകളെ അതിജീവിക്കുവാനായിട്ട് വസ്തുനിഷ്ഠമായ സമീപനം സ്വീകരിക്കുന്നത് ഗുണകരമായി തീരും. പണം കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും അബദ്ധമായി തീരുവാനിടയുണ്ട്. വ്യാപാരത്തിൽ മാന്ദ്യം അനുഭവപ്പെടും. സഹപ്രവർത്തകരുടെയും മേലുദ്യോഗസ്ഥൻ്റെയും ജോലി കൂടി ചെയ്തു തീർക്കേണ്ടതായ സാഹചര്യത്താൽ പലപ്പോഴും ഗൃഹത്തിൽ വളരെ വൈകിട്ട് മാത്രമേ എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ. വിദേശയാത്രയ്ക്ക് സാങ്കേതിക തടസ്സങ്ങൾ അനുഭവപ്പെടുവാനിടയുണ്ട്. നിസ്സാര കാര്യങ്ങൾക്ക് പോലും മാസത്തിൻ്റെ പകുതി മുതൽ അഹോരാത്രം പ്രവർത്തനം വേണ്ടി വരുവാനും സാധ്യതയുണ്ട്. അനിഴം നക്ഷത്രം ജനിച്ചവരുടെ ഈ 2014 ആണ്ട് ജൂൺ മാസത്തിലെ ഫലങ്ങളാണ് പറഞ്ഞത്.